പ്രിയമുള്ളവരെ, തെരുവിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ സമാധാനത്തോടെയുള്ള ജീവിതം തുടരുന്നതിനിടയിൽ ഇരു രാഷ്ട്രങ്ങളിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയനുസരിച്ച് വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു പ്രതീതി വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഫലസ്തീൻ ജനതയെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ലോകത്തിന് തന്നെ അശാന്തിയാകുന്ന രീതിയിൽ ഇറാനെ കടന്നാക്രമിക്കുകയായിരുന്നു. അണുവായുധമുണ്ട് എന്നുള്ള ആരോപണവും ഇറാൻ്റെ ഭരണകൂടം മാറണം എന്ന് പറയുകയും അങ്ങനെ ഒരു അറ്റാക്ക് നടത്തുകയും ചെയ്യുന്ന അവസരത്തിൽ ഈ അറ്റാക്കുകളുടെ ഒന്നും ലക്ഷ്യം കാണാതെ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ഗതികേട് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നു. ലോകത്ത് ഞാനാണ് ശക്തനെന്ന് സ്വയം അഹന്ത പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രം, ലോകത്ത് എന്നെ നേരിടാൻ ആരുമില്ല എന്ന് സ്വയം വാദിച്ചു കൊണ്ടിരുന്ന ഒരു രാഷ്ട്രം, ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധവും വിജയിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു രാഷ്ട്രം, ആ രാഷ്ട്രം അപ്രതീക്ഷിതമായാണ് ഇറാൻ്റെ പക്കലിൽ നിന്നുള്ള ശക്തമായ അടിയിൽ തളർന്നിരുന്നു പോയത്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം എന്ന് അമേരിക്കയുടെ കാലുപിടിക്കുകയും അങ്ങനെ തന്ത്രങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തത് മറ്റൊരു തിരിച്ചടിക്ക് തയ്യാറാകാനുള്ള സാവകാശത്തിന് വേണ്ടിയാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീണ്ടുപോകുന്നത്. അമേരിക്കയിൽ നിന്ന് ഇസ്രായേലും ചൈനയിൽ നിന്ന് ഇറാനും യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്, ഈ ഭൂമിലോകം എന്താവും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക നമുക്ക് അത്യാവശ്യമാണ്. ഒരുപക്ഷെ ലോകത്തെ സൂപ്പർ പവർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കാം ഇവയെന്ന് കരുതുന്നവരുണ്ട്. അമേരിക്കയുടെ ലോക പോലീസ് എന്ന സ്ഥാനത്ത് നിന്നും അമേരിക്കയെ താഴെ ഇറക്കാനുള്ള ശ്രമം ഇനിയൊരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അത് സംഭവിക്കാമെന്നുള്ള സാധ്യതയും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തു തന്നെയായിക്കഴിഞ്ഞാലും ഇനിയൊരു യുദ്ധം നമുക്കാവശ്യമില്ല എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട്. ലോകത്തിലുള്ള ഭൂരിപക്ഷ സമൂഹവും യുദ്ധത്തിനെതിരെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും യുദ്ധം വേണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ജനവിഭാഗമാണ്. ഈ ജനവിഭാഗത്തിൻ്റെ ശാന്തി തകർത്തുകൊണ്ട്, ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട്, ഈ ഭൂമിയിലുള്ള സ്വത്തുക്കളെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോക സാമ്രാജ്യത്വ തമ്മാടിത്ത രാഷ്ട്രങ്ങൾ തകരട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട്.